മാട്ടുക്ക് കണ്ണു വെക്കറേ ഈ തെക്കുംപട്ടിക്കാരെ കരിങ്കണ്ണന്മാരാ. എന്റെ തങ്കക്കാളന്മാരെ സിംഹക്കുട്ടികളാ, കണ്ണു വെച്ചാൽ ഏക്കൂല. നമ്മുടെ ചിങ്കക്കുട്ടികളപ്പോ ഓടിയ മുത്തകൃഷ്ണന്റെ കാള മുട്ടയിടും. ഞാനൊന്ന് മുങ്ങിട്ട് വരാം. അപ്പൊ ഞാനും വരാം. ഞാനും മുങ്ങിട്ട് കുറച്ച് ദിവസമായി. നീ എവിടെ പോവാ? ഇവിടെ ഇത്തിരി പണിയുണ്ട്. അപ്പൊ ഞാൻ പിന്നെ വരാം. എന്താ ശാനെ പണി? നീ പോയി കുറച്ച് റബ്ബറിന്റെ ഇല കൊണ്ടുവന്നു. റബ്ബറിന്റെ അല്ലേ? ഒന്ന് പതുക്കെ പറയണം. റബ്ബറിന്റെ അല്ലേ? റബ്ബറിന്റെ ഇലൊക്കെ കണ്ടസ്വാമിയുടെ സ്റ്റേറ്റ് വരാൻ പോണ്ടേ? എവിടെ പോയാലും കൊണ്ടുവരണം. എന്തിനാ ശാനെ റബ്ബറിന്റെ അല്ല? അണിയണ്ടാ, പുറത്തൊരു കുഞ്ഞറിയരുത്. അറിഞ്ഞാലെന്താ? അറിഞ്ഞാലോ? അറിഞ്ഞാ പിന്നെ സീതമ്മയെ ജന്മത്ത് നിൽക്കാൻ കെട്ടിച്ചേരില്ല. അയ്യോ, എന്നാ ഒരു കുഞ്ഞും അറിയില്ല, ഒരു കുഞ്ഞും അറിയില്ല. ഏത് നരകത്തിൽ പോയാലും റബ്ബറിന്റെ ഇല കൊണ്ടേ വരൂ. മുത്തു എവിടെ? എനിക്കറിഞ്ഞൂടാ. ഓ, പിണക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ. ആണെങ്കി ഇപ്പൊ ആർക്കാ ഇവിടെ ഛേദം? ഇതൊന്നും ഞാൻ വേണമെന്ന് ചെയ്തതല്ല. ഒക്കെ ആ സായിപ്പ് വാസുണ ഉണ്ടാക്കി വെച്ച കുലുമാല. എന്റെ അപ്പൻ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ അപ്പൻ എന്ത് ചെയ്തു പറ. മാട്ടിച്ചന്തയിൽ വെച്ച് വടക്കംപെട്ടിക്കാരെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചാ പിന്നെ? വെല്ലുവിളിച്ച ഉടനെ കയറി പന്തയം വെക്കണോ? ഞാനല്ല പന്തയം വെച്ചത്, മാമനാ. മാമൻ പന്തയം വെച്ച എന്ത് ചെയ്യൂ? ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഒന്നും പറയണ്ട. അയ്യേ, ഇതൊക്കെ ഒരു തമാശയല്ലേ? ഇത്ര പിണങ്ങാൻ മാത്രം എന്താ ഉള്ളത്? ചിലപ്പോ മുത്തു ജയിക്കും, ചിലപ്പോ ഞാൻ ജയിക്കും. ഞാൻ കുറെ ജയിക്കും. പറഞ്ഞോണ്ടല്ലോ, അറിയാത്ത പിള്ളക്ക് ചൊറിയും പറയുന്ന. ചൊറിയും പറഞ്ഞോളാം. മീനു സൂക്ഷിച്ചോ, മൂക്കത്താ കോപം. എന്താടാ കിടന്ന് പറക്കണത്? മീൻ കൊത്തണം. കൊക്കിനെ കൊത്തണ മീന? അത് ഇത്തിരി തോല് മാത്രമേ ഉള്ളൂ, അതും കൊത്തിക്കൊണ്ട് പോകും പണ്ടാരങ്ങൾ. ഓ, വടക്കംപെട്ടിയിലെ വണ്ടി പൂട്ടുകാരൻ എത്തിയല്ല. എന്താടാ വടക്കംപെട്ടിക്കാരൻ വണ്ടി പൂട്ടിയാ ഓടൂല? ഓടും, തോറ്റ് തൊപ്പിയിട്ട് തെക്കുംപെട്ടിയും കടന്നു ഓടും. എനക്കൊക്കെ നീ കാല് മാറിയോ? കൊക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് കാല് മാറി ചവിട്ടിക്കൊണ്ടേയിരിക്കുമോ? മുത്തു ജയിക്കുമെന്ന് കരുതി നീ കാല് മാറണ്ട കേട്ടാ. എന്തോ ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. എന്റെ കാളയന്മാരോടൊപ്പം ഓടിയാലേ നിന്റെ കാളയന്മാര് വെള്ളപ്പത തുപ്പും. വെള്ളപ്പത. പതതുപ്പുന്ന ആരാണെന്ന് നമുക്ക് കാണാം. എന്താ പന്തയത്തിനുണ്ടോ? ഉണ്ട്. ഞാൻ ജയിച്ചാ നീ എന്ത് തരും? ഈ മോതിരം നിനക്ക്. എന്നാൽ അതിനെ ഊരി ഇഞ്ഞ് മധ്യസ്ഥനതാ. എന്താ നീ മധ്യസ്ഥനോ? എന്നാ വേണ്ട, നിങ്ങൾ തമ്മിലായിരിക്കും. അല്ല, ഞാൻ ജയിച്ചാ നീ എന്ത് തരുമെന്ന് പറ. എന്നെ കൊണ്ട് കഴിവുള്ള നീ ചോദിക്കുന്ന എന്തും. വാക്കാണോ? വാക്ക്. എന്നാ അടി കൈ.
പാക്കണ്ട. നീ എന്തിനാ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നേ? ചേടാ ഇതെന്ത് പാട്? ഉത്സവ പറമ്പിൽ പുറകെ കൂടി മുമ്പേ കൂടി പലരും നടക്കും. അതൊക്കെ നോക്കണ എന്തിനാ? നീ എന്തിനാ ചിരിച്ചേ? വെറുതെ. അങ്ങനെ വെറുതെ ചിരിക്കണ്ട, പൊടി. ഔ, ഓ. ആ, ഏയ്, ഞാനും വരുന്നു. അണ്ണ അണ്ണ എനിക്ക് കുറച്ച് കുപ്പികൾ വാങ്ങിച്ചു തരുമോ? വാങ്ങിക്കോടി. എനിക്ക് ചോപ്പ് മതി. ചോപ്പോ പച്ച എന്താ വാങ്ങിച്ച? പക്ഷെ കാശ് ഞാൻ കൊടുക്കുമെന്ന് കരുതണ്ട. കൊടുപ്പിച്ചാലോ? നിന്റെ മറ്റവൻ കൊടുക്കും. ആ, എന്റെ മറ്റവനെ കൊണ്ട് കൊടുപ്പിക്കുന്ന എന്നെ പറഞ്ഞത്. ഒറ്റ വീക്ക് നീയാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. ഇപ്പോഴേ ഇങ്ങനെ ഇക്കണക്കിന് കെട്ടേണ്ട ഗതികേടങ്ങൾ വന്നാല് അപ്പൊ ഞാൻ നല്ല കൺട്രോളിലായിരിക്കും. നല്ല കൺട്രോള്. നിന്റെ കൺട്രോള് തന്നെടുത്ത് പറ ഈ വളരെ കാശം കൊണ്ട് കൊടുക്കാൻ. അതിന് എന്റെ കൺട്രോൾ തന്നെ കാണാത്തോണ്ടല്ലേ? എന്ന് അന്വേഷിക്കേ, വല്ല പിരാന്തി കടയിലും കാണും. കാണും. പന്തയം വെച്ച് 590 ഉറുപ്പികയിൽ ഇനിയും ബാലൻസ് കാണും. കാണണോ? വേണ്ടേ? ആ ചന്തുട്ടി പോ. എവിടാ നിന്റെ മാമൻ? തെക്കുംപെട്ടിന്ന് തലമുട്ടിയടിച്ച് വരമ്പ് കൊടുത്തി വിട്ട ഭാർഗവമാടൻ എവിടാ? ആ വാസണം പോ. എന്റെ പോകാൻ അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് പോകാൻ എനിക്ക് മനസ്സിലെങ്കിലോ? മനസ്സുണ്ടാക്കിക്കും. ഉണ്ടാക്കിക്കോ? ആ ഉണ്ടാക്കിക്കും. കാണോ? വേണ്ട. ഓക്കെ, ഞാൻ പോക്കോളാം. എന്റെ കൺട്രോൾ വിട്ടിട്ടില്ല, നിന്റെ കൺട്രോൾ വിടാണ്ട് നോക്കിയാൽ മതി. ചന്തുട്ടി ചതിച്ചടാ മോനെ, ചതിച്ചു. ചതിയോ? അതെ മോനെ, മുത്തുകൃഷ്ണൻ നമ്മളെ ചതിച്ചടാ. നമ്മുടെ കാളുകൾക്ക് റബ്ബറിന്റെ ഇല കൊടുത്തതാടാ. ഒന്ന് മാറ്. പോയി ചന്തൂട്ടി മേലാന്റെ 2 ചിങ്കക്കുട്ടികളും പോയി. മുത്തുകൃഷ്ണന്റെ കാളന്മാരോടൊപ്പം ഓടിയ വെള്ളപ്പത തുപ്പൂന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ ചതി ചെയ്യൂന്ന് കരുതിയില്ലല്ലോ ഒരു തെക്കുമല തേവരെ. ചന്തുട്ടി ചന്തുട്ടി വേണ്ടോ മോനെ? ഞാൻ എന്നെ ചതിച്ചവരെ വെട്ടി അറിയും ഞാൻ. മുത്തോണോ? മുത്തോണോ? ആ, ചന്തൂട്ടി നിർത്ത്. മതി ചന്തുട്ടി, ചതിയന്മാരോട് ദൈവം ചോദിക്കും. നീ വാ. ഇല്ല മാമ, ഇവനെ വെട്ടിയറിയാൻ ഞാൻ വരില്ല. അറിയാത്ത പാവത്തിന് മിണ്ടാപ്രാണിയെ വെട്ടിയ നിന്നോട് ദൈവം പൊറുക്കില്ല ചന്തൂട്ടി. ചിരിച്ചോണ്ട് ചതിക്കുന്ന നിന്നോട് മാമൻ ഞാൻ ചെയ്തിട്ടില്ല. ചതിച്ച് ജയിച്ചിട്ട് എന്റെ സമ്മാനം വാങ്ങാൻ ഉളുപ്പും മാനമില്ലാതെ വെള്ളം നീട്ടി തന്ന നിന്റെ സ്നേഹം. നിന്റെ ഒരു സമ്മാനം എന്റെ പട്ടിക്ക് വേണം. இன்னைக்கு எத்தனை குண்டாச்சு? 8 குண்டாச்சு கஜமா. தேர் திருவிழா வர்றதுக்குள்ள கிணற்றுல தண்ணி வந்துடணும். என்ன? சரிங்க.
കരിക്കിട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഈ കഴുത എവിടെ പോയി? പണി സീതമ്മ. யோ நைய தனியா உட்காந்துருச்சிருக்கிற പുരിയുത്. നിന്റെ ആശാൻ എവിടെയാവേ? വെടികൊണ്ട് പൊട്ടിക്കണ്, ഞാൻ വിളിക്കാം. യോ യോ കാശ് കൊടുത്തിട്ട് പോയാ? യോ കാശ് കൊടുത്തിട്ട് പോയാ? ആ കൊടുത്താ പോതാ. ഏയ്, കുത്താൻ എന്താ കൂലി? അല്ല, പച്ച കുത്താൻ എന്താ കൂലിന്ന്? ഒരു എഴുത്തുക്ക് 1 രൂപ യസമാ. ബംഗ്ലാവിലേക്ക് വരുന്നോ? 100 രൂപ തരാം. തലയെ മൊട്ടയടിച്ച് പുള്ളി കുത്തി വിടുവേ. ആളെ പാര്. ആശാനെ, ആശാനെ, ഞാൻ മുതലാളി വിളിക്കണം. എവിടെ? ജീപ്പിലുണ്ട്. டேய் போயிட்டு வர்ற. எண்ணத்துல போய் சொன்னா குண்டு வச்சொன்ன கொன்னுடுவேன், ஜாக்கிரதை. ஆமா, பணம் கேட்டா மட்டும் கொடுக்காதீங்க. ஏய், என்னடா சொன்ன? என் ஆசை ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரிதான், புரிஞ்சதா? வேலை பாருடா. சரிங்க. മുഴുവൻ പതപ്പിച്ച് കളഞ്ഞല്ലോടാ. എന്തൊരു പത! റബ്ബറിന്റെ ഇളകുന്ന കാളയന്മാരുടെ വായിന്ന് വന്ന പത പോലെ. സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും ബുദ്ധി തനിക്കൊണ്ടെന്ന് കരുതില്ല. ആശാന്റെ ബുദ്ധി തേടിയ പള്ളി കാലെ ചുറ്റിയതുപോലെ ചുറ്റിച്ചുറ്റിരിക്കാണ്. ഇല്ലേ ആശാനെ? എന്തായാലും മുത്തക്കിഷൻ ഇനി വടക്കുംപെട്ടി ഏറിയ കയറി കളിക്കത്തില്ല. വടക്കുംപെട്ടിയിൽ മാത്രമല്ല, തെക്കുംപെട്ടിയിലും അവന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. കുറെ നാളായി എന്റെ നെഞ്ചിൽ നീറിക്കിടക്കണ നെരിപ്പ കത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എടി ദേ കഞ്ഞി തിളച്ചു പോന്നു. എന്തൊരു ഇരിപ്പാ ഇത്. നിന്റെ ഭാവം കണ്ട ഇവിടെ ആരോ ചത്തും തോന്നുമല്ലോ. ചാവണത് ഇതിലും നല്ലത്. അങ്ങനെ ചാവാൻ നിന്നെ ഞാൻ വിട്ടാലല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സത്യം തെളിയും. ഈ വഴക്കൊക്കെ മാറുകയും ചെയ്യും. എനിക്ക് കുളിക്കാതെയും തിന്നാതെയും കിടന്നാലേ വഴക്കൊക്കെ മാറി ചെക്കൻ കെട്ടാനെത്തുമ്പോ പെണ്ണ് കോലം കെട്ടുപോകും. എനിക്ക് ആഹാ, ഇവിടെ തന്നെ ഇരിക്കുകയാണോ? പെങ്ങളെക്കാളും കഷ്ടമാണല്ലോ ആങ്ങള. ഇങ്ങനെ ഉരുകും വെണ്ണയായാലോ. ആകാശം ഇടിഞ്ഞു വീണാലും കൊമ്പുകൊണ്ട് തടുക്കുന്ന് പറഞ്ഞിട്ട് എന്റെ കാളക്കുട്ടൻ ഈ കുപ്പ എങ്ങ് ഊരി തന്നെ. വേഗം ആവട്ടെ. മീനു വേഗം വാ. വരൂ. താങ്ക്സ്. മിണ്ടാപ്രാണികളോട് ഇങ്ങനൊരു കൊടുംചതി മുത്തോണം ചെയ്യുന്നു തോന്നണുണ്ടോ? കരിക്കും വെള്ളവും ചാരായവും കൂടെ ആയപ്പോ കെട്ടും കൂട്ടമൊക്കെ മറന്നുല്ലേ? ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയില്ല. ആ മീനുക്കുഞ്ഞിനെങ്കിലും ഒന്ന് ഓർക്കാമായിരുന്നില്ല. പാവം, അതിനെ ഇപ്പൊ കണ്ട കഷ്ടം തോന്നി. ചോളക്കാട്ടി കുത്തിയ നോക്കുകുത്തി പോലെ ആയിപ്പോയി. എന്താ ആലോചിക്കുന്നേ? എനിക്ക് മീനുനൊന്ന് കാണണം. ഇനി തെക്കുംപെട്ടിയിലേക്ക് എന്നാ നാട്ടുകാര് കയ്യും കാലും തല്ലി ഓടിക്കും. ഇടക്കൊക്കെ നീ വിചാരിച്ച നടക്കും. തല്ലി ഓടിച്ചാ പിന്നെ ഞാനല്ല, തെക്കുംപെട്ടി തെവരും വടക്കുംപെട്ടി തെവരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയാലും നടക്കാൻ പറ്റത്തില്ല. വേണേൽ കയ്യും കുത്തി നിരങ്ങാം. അതല്ലടാ, പിന്നെ നീ വിചാരിച്ച മീനുനെ കാണാൻ പറ്റുമെന്ന്. എനിക്ക് കാണാൻ പറ്റും. നിനക്കല്ല, എനിക്ക് കാണാൻ. പിള്ളയാർ കോവിലിനടുത്ത് വരാൻ പറഞ്ഞാൽ മതി, ഞാനവിടെ ഉണ്ടാവും. ഞാൻ കയ്യും കുത്തി നിരങ്ങണത് കാണണമെന്ന് വാശിയാണല്ലേ? കൊക്കെ നോക്കട്ടെ, ചിലപ്പോ എനിക്ക് ഇത്രയും ആയുസേ വിധിച്ചിട്ടുള്ളുവായിരിക്കും. ഞാൻ ഇവിടെ നിന്നോളാം, പോയി കണ്ടേച്ച് വേഗം വാ. ആ പിന്നെ പറയാനുള്ളത് മാത്രം പറഞ്ഞാ മതി. ആരെങ്കിലും കണ്ടാ മുത്തോണ്ണ അറിയും. അറിഞ്ഞാ പിന്നെ ഞാൻ പറയണ്ടല്ലോ. എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേ. ആ അതേ, എന്തെങ്കിലും അപകട സൂചന കണ്ടാ ഞാൻ സ്വാമിയേ എന്ന് വിളിക്കും. അപ്പോഴും ഓടിക്കോണം. എന്റെ തെക്കുമല തേവരെ, ശബരിമല ശാസ്താവേ, കാപ്പാത്തനെ.
ഇതെങ്ങോട്ടാ? ആകെ ശകനപ്പഴയാടോ, ഗണപതിക്ക് ഒരു തേങ്ങ ഉടയ്ക്കണം. അയ്യേ, ഈ നേരത്തെ ആരെങ്കിലും തേങ്ങ ഉടയ്ക്കോ? എന്താ ഈ നേരത്തിന് എന്തോ ഒരു കുഴപ്പം? സർവത്ര കുഴപ്പം. 7:30 ശനി പിടിച്ച സമയമല്ലേ? 7:30 ശനിയോ? ആ, ഒരു മണിക്കൂറൂടെ കഴിഞ്ഞാൽ ഒരല്പം ആശ്വാസം. ആശ്വാസോ? ആ, ശനി മാറും. ആണോ? ആ. എന്റെ ടൈം കൺട്രോൾ ആകെ തെറ്റിയില്ലോ. അയ്യോ, ചേട്ടനെ തേങ്ങ ഉണങ്ങിട്ടാ, ഞാൻ അടിച്ചോളാം. ആ വേല മനസ്സിലിരിക്കട്ടെ. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തന്നെ വന്ന് അടിച്ചോളാം. ആ. ഓ, നീ അങ്ങനെ ഓസിന് തേങ്ങ അടിച്ച് പുണ്യം നേരണ്ട. ആ, തേങ്ങ അടിക്കാൻ കണ്ട സമയം 1 മണിക്കൂറിനുള്ളിൽ വരുമോ ആവും? ഇതിനു വേണ്ടി എന്താ ഇത്ര പറയാനുള്ളത്? എന്തായാലും കരിമ്പും കയറ്റി തെക്കുംപെട്ട് വഴി പഞ്ചാരമില്ലേക്കുള്ള യാത്ര ഇനി ഉണ്ടാവില്ല. മുച്ചുകുണ്ണൂര് മാർക്കറ്റില് ഒരു കമ്മീഷൻ കട എടുത്തു, പച്ചക്കറി കട. വീട്ടിൽ പോലും എപ്പോഴെപ്പോഴും ഓടി വരാൻ പറ്റില്ല. വരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വരണം. എന്ത് പറയുന്നു? കടവുളെ, എന്റെ പേര് നീ ഇവിടെ വെട്ടിയാ? സ്വാമിയേ! ഇങ്ങനെ ഒളിച്ചോടേണ്ട കാര്യമുണ്ടോ? കുഴപ്പങ്ങൾ പിന്നെയും കൂടെ ഉള്ളൂ. അണ്ണനോട് നേരിട്ട് ചോദിച്ചൂടെ? കട്ടിലേക്ക് ചളങ്ങാവും സ്വാമി. സ്വാമിയേ! എന്താടാ സ്വാമിക്ക് എന്ത് പറ്റി? ശബരിമലയ്ക്ക് പോകാനൊരു നേർച്ച ഉണ്ടായിരുന്നു, ഒന്ന് വിളിച്ചു നോക്കിയതാ. മുത്തോടെ അങ്ങോട്ടാ? വാസുമാമനെ നീ പേടിപ്പിച്ചു അല്ലേ? സമയം ശരിയല്ലെന്ന് പറഞ്ഞാൽ തേങ്ങ നിന്നെ ഏൽപ്പിക്കുമെന്ന് കരുതിയോ? എന്റെ സമയം ശരിയല്ലെന്നാ പറഞ്ഞത്. ആ. സമയം കഴിഞ്ഞു സ്വാമിയേ. സമയം കഴിഞ്ഞെന്ന്? കഴിഞ്ഞ കൊല്ലം മല ചവിട്ടേക്കാന്ന് നേർന്നതാ, ഇതേവരെ പോവാൻ പറ്റിയില്ല. ഓ, ഇങ്ങനെ പരീക്ഷിക്കരുത് സ്വാമിയേ. സ്വാമിയേ, ബൈക്ക് സ്വാമിയേ. ഇത് ചന്തൂട്ടിയുടെ വണ്ടിയല്ലേ? സ്വാമി. അത് പറയാ, നീ ആരാ? അവൾ എന്റെ പെണ്ണാ. നിന്റെ പെണ്ണ? അതെ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. എന്ന് ആര് തീരുമാനിച്ചു? ഞാൻ. അങ്ങനെ നീ മാത്രം തീരുമാനിക്കാൻ ഇത് മാറല്ല, എന്റെ പെങ്ങളാ. അവളെ ആര് കെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും അവളെ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകണമെങ്കിലേ മുത്തുകൃഷ്ണന്റെ തല മണ്ണി കുത്തണം. ആരാന്റെ വാക്കും കേട്ട് കൊടുവാളും തൂക്കി നടക്കുന്ന നിന്നെ പോലുള്ളവന്റെ കയ്യിൽ എന്റെ പെങ്ങളെ പിടിച്ചു തരില്ല. നമുക്ക് കാണാടാ. ഓ, കാണാം. നടക്കടി, നടക്കാൻ.